ദത്തേട്ടൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ എന്റെ സ്വഭാവം പറഞ്ഞതല്ലേ. ആ അതെ അതെ, പക്ഷെ എന്നാലും ഞാനങ്ങനൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. നീ വിളിക്കുന്ന എനിക്ക് സന്തോഷമല്ലേ? ശരിക്കും? പിന്നെ അല്ലാതെ. എന്നിട്ടെന്താ ഇന്ന് ഞാൻ വിളിച്ചപ്പോ എടുക്കാഞ്ഞേ? നീ വിളിച്ചോ? എപ്പോ? കാലത്ത് ഒരു 11 മണിക്ക്. ആ ശരിയാ, വിളിച്ചു. ഞാൻ ആ സമയത്തെ IG-യുമായിട്ടൊരു കോൺഫിഡൻഷ്യൽ ഡിസ്കഷനിലായിരുന്നു. അല്ലാതെ കണ്ടോളുമാരുടെ കാല് തിരുമ്മി കൊടുക്കല്ലായിരുന്നു. ഈശ്വര, ഇവളെന്താ ഈ ആലോചിക്കുന്നേ? ഏയ്, അതൊന്നും അറിയാൻ വഴിയില്ല. നീ എന്താ അമ്മി ആലോചിക്കുന്നേ? ഞാനേ ദത്തേട്ടന്റെ ഓരോ കഷ്ടപ്പാടുകളെ പറ്റി ആലോചിച്ചതാ. അതെ അതെ, ഭയങ്കര കഷ്ടപ്പാട് തന്നെയാ. ഇന്ന് തന്നെ രാവിലെ ചെന്ന ഉടനെ ആ സെറ്റിൽമെന്റ് കോളനി കടന്ന് വിലസുന്ന ഒരു ഗുണ്ടയെ ശിവനും തോമസും കൂടി പൊക്കിക്കൊണ്ടുവന്നു. അവനെ ഞാനാണെങ്കിൽ ഉപദേശിച്ച് മടുത്തതാ, ഗുണ്ടായസ് നിർത്തി വല്ല പണിക്കും പോകാൻ വേണ്ടി. പക്ഷെ അവൻ നന്നാകത്തില്ലെന്നേ. അടി ഇടിയും കത്തിക്കുത്തും ചട്ടമ്പിതരം തന്നെ. എന്നിട്ട് ദത്തേട്ടൻ എന്ത് ചെയ്തു? ഞാനവന്റെ കൂമ്പിടിച്ചങ്ങ് മാറ്റി. പാവം ഭയങ്കര നിലവിളിയായിരുന്നു അല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞതല്ല, ഊഹിച്ചതാ. കൂമ്പിനിടിയിട്ടിയ പിന്നെ ആരെയും നിലവിളിക്കില്ലേ? എന്നിട്ട് പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. മുക്കിനും മനുഷ്യാവകാശ കമ്മീഷൻകാരുടെ ബഹളം. ഏതെങ്കിലും ഒരുത്തം കൊണ്ട് പരാതി കൊടുത്താലേ വല്ല കാട്ടുമുക്കിലേക്കും തട്ട് കിട്ടാൻ പിന്നെ അത് മതി. അതെ അതെ, അടി കിട്ടിയപ്പോ അവനത് വിളിച്ചു പറയുകയും ചെയ്തു, അവനെ തൊട്ട കൈ പൊള്ളൂന്ന്. അതങ്ങനെ നീ അറിഞ്ഞു? ദത്തേട്ടനല്ലേ ഇപ്പൊ എന്നോട് പറഞ്ഞേ? ഞാനെന്ത് പറഞ്ഞു? അല്ല, അവനങ്ങനെ പറഞ്ഞു. അല്ല, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഈശ്വര, പോലീസ് പണി ചെയ്തത് ഈ മനുഷ്യന്റെ ഓർമ്മയും പോയോ? എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരും. പക്ഷേ ദത്തേട്ടനൊരു സംഭവം തന്നെ കേട്ടോ.